ഏവർക്കും നമസ്കാരം. എല്ലാവരും ഓണാഘോഷത്തിന്റെ മോഡിലായിരിക്കുമല്ലോ. ഇന്ന് അവിട്ടം ദിനമാണ്. നമ്മുടെ ഓണമാണ്. ഏവർക്കും ഏറ്റവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് 220ാമത് സ്നേഹസംഘം ഇവിടെ ആരംഭിക്കുകയാണ്. മ്യൂട്ട് ചെയ്യുവോ? പ്രാർത്ഥനാഗാനം ആലപിക്കുന്നു. 220ാമത് സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി ജെയ്സൺ കൊരട്ടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുകതോ മനമേ. ചെങ്കടൽ നേരെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പെരുവെയിലിൽ നീ കരയുവതോ മനമേ. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കെരീത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിടുന്നോ മനമേ, കെരീത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിടുന്നോ മനമേ. ആകാശത്തിലെ പറവയിലൂടെ അപ്പം കൊണ്ടുതരും, ദൈവം വിളമ്പിത്തരും. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. അത്ഭുതം ദൈവം ചെയ്തിടുമേ, അത്ഭുതം ദൈവം ചെയ്തിടുമേ. താങ്ക് യു. താങ്ക് യു ജെയ്സൺ ചേട്ടാ. വളരെ മനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തത് സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി റിൻസി ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. നമ്മുടെ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ 220ാമത്തെ സ്നേഹസംഗമവും അതുപോലെ നമ്മുടെ ഓണാഘോഷ പരിപാടിയുമാണ് ഈ യോഗത്തിൽ നടത്തപ്പെടുന്നത്. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും അതുപോലെ ദർശന ക്ലബ് ഡയറക്ടറുമായ നമ്മുടെ പ്രിയപ്പെട്ട റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMA അച്ഛനെയാണ്. അദ്ദേഹത്തെ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ
യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തില് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഹോൾട്ടർനേറ്റീവ് ചർച്ച് ആലുവയിലെ വികാരിയായ റവറൻ ഫാദർ ക്രിസ്തുദാസ് പീരി അച്ഛനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് അങ്കമാലി നിയോജക മണ്ഡലം ആയിട്ടുള്ള ശ്രീ റോജി എം ജോൺ ആണ്. അദ്ദേഹത്തെ വളരെ ഹൃദ്യമായ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിലെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന കമ്മീഷണർ, ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായ ഡോക്ടർ PT ബാബുരാജ് സാറാണ്. അദ്ദേഹത്തെയും ഒരുപാട് സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തില് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് കുമാരി സിബി കോന്നി പത്തനംതിട്ടയാണ്. മാഡത്തിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ. വളരെ കൃത്യമായ ഒരു രീതിയിൽ ഒരു പ്രാർത്ഥനയായിരുന്നു നമുക്ക് ഇവിടെ ചൊല്ലിയത്. ശ്രീ ജെയ്സൺ കൊരട്ടിയെ ഒരുപാട് സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നമ്മുടെ യോഗത്തില് അവതരണം നടത്തുന്നത് നമ്മുടെ സിമിൽ സെബാസ്റ്റ്യൻ ആണ്. സിമിലിനെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് കുമാരി ബിന്ദു മാളയാണ്. ബിന്ദുവിനെയും വളരെ സ്നേഹത്തോടെയാണ് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏവരെയും ഈ യോഗത്തിലേക്ക്, ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചറെ. താങ്ക് യു. എല്ലാരെയും വളരെ നന്നായിട്ട് സ്വാഗതം ആശംസിച്ചതിന് ടീച്ചറിന് ഒത്തിരി നന്ദി അറിയിക്കും. താങ്ക് യു. അടുത്തത് റിപ്പോർട്ട് വായിക്കുന്നതിനായി കുമാരി സിബി വർഗീസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കും. സിബി. കേൾക്കാമോ സിമിലെ? കേൾക്കാം. സ്നേഹം നിറഞ്ഞവരെ, 30/8/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 219ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് അവർ ലേഡി ഓഫ് സൊറോസ് ഫസ്റ്റ് ഗ്രൂപ്പാണ്. അവതരണം ശ്രീമതി പ്രിൻസി ചാക്കോ, പ്രാർത്ഥന ശ്രീമതി റീന വിൽസൺ, സ്വാഗതം ശ്രീമതി ജെസ്സി പോൾ. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. ഇന്നത്തെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതവും നന്ദിയും. അധ്വാന ഫലത്തിന് വിലയുണ്ട്. ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണം. ഇന്ന് 25 കുട്ടികൾക്ക് ഓണക്കിറ്റ് കൊടുത്തു. ദേവമാതാ സ്കൂളിൽ വെച്ച് 250 സ്ത്രീകൾക്ക് സഹായം നൽകി. ഇന്ന് സ്വിമ്മിംഗ് ട്രെയിനിങ് ആരംഭിക്കുന്നു. 13-ാം തീയതി സ്വിമ്മിംഗ് മത്സരം. അൽഷിയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നതും. ഇന്നത്തെ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് ചേറൂർ വിയാനി ഭവനിലെ റവറൻ ഫാദർ ജോസ് കോനിക്കര അച്ഛനായിരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നത് ആദ്യമായാണ്. ഞാൻ ജാൻസിയുടെ അമ്മായിയുടെ മകനാണ്. നിങ്ങളോടൊപ്പമായിരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. സോളമനച്ചന് അഭിനന്ദനങ്ങൾ. റിപ്പോർട്ട് വായിച്ചു കേട്ടപ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നി. അച്ഛൻ എല്ലാ മേഖലയിലും കൈവച്ചിരിക്കുന്നു. പരസ്പരം സഹായിക്കുക. ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ദർശനയുടെ വീൽചെയർ ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പ് നടത്തിയ എന്റെ ഭാരതം മത്സര വിജയികൾ. ഫസ്റ്റ് സിബി വർഗീസ് കോന്നി, സെക്കൻഡ് ലീന MJ നാട്ടിക, തേർഡ് സാജു ജോൺ. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. വിശിഷ്ട അതിഥിയായി വന്നത് ഒല്ലൂക്കര ക്രൈസ്റ്റ് ഭവനിലെ റവറൻ സിസ്റ്റർ ജോയ് CMC ആയിരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റിപ്പോർട്ട് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അച്ഛനും സംഘാടകർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഓണാശംസകൾ. ജൂബിലി വർഷമാണ്. പ്രത്യാശയിൽ സന്തോഷിക്കുകയും വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥന, വചനം വായിക്കുക, അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുക, ദിവ്യബലി അർപ്പിക്കുക. നല്ല മനോഭാവം, നല്ല ചിന്ത, നല്ല ജീവിതം. ജീവിതത്തെ നോക്കി ചിരിക്കുക. വചനം എപ്പോഴും അധരത്തിലുണ്ടാകണം. നിത്യതയെ സ്വപ്നം കണ്ട് ജീവിക്കുക. എന്നെ വിളിച്ചതിന് നന്ദി. മാഗി സൈമൺ ഗാനാലാപനം നടത്തി. യോഗാവസാനം നന്ദി പറഞ്ഞത് ശ്രീമതി ജാൻസി വർഗീസ്. തുടർന്ന് നറുക്കെടുത്ത് 10 വിജയികളെ കണ്ടെത്തി. പിയൂസ്, ജോസ്, ഓമന, ഷാലി, രതി, ആനി, ലിജി, വത്സ, റോസ്ലിൻ, സുബിൻ
എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. റിപ്പോർട്ട് തയ്യാറാക്കിയത് ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു. ചേട്ടാ നമുക്ക് അപ്പൊ സിബി ഒത്തിരി നന്ദി. റിപ്പോർട്ട് വായിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ചേട്ടൻ റിപ്പോർട്ട് പാസ്സാക്കിയിരിക്കുന്നു. നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഈ സ്നേഹസംഗമത്തിന്റെ മാറ്റ് കൂട്ടാനായി ഓണപ്പാട്ട് പാടുന്നതിനായിട്ട് കുമാരി ആനി വർക്കിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഒന്നുമില്ല. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പാട് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പാട് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പാട്. ആരാണ് മാവേലി രാജാവാണോ ദൂരെ നിന്നെത്തുന്ന ബന്ധുവാണോ തിരുവോണ നാളിൽ നിന്നെത്തിടുമ്പോൾ കരയാകെ ആനന്ദമാകുമല്ലോ. പ്രജകളെ ഒന്നാകെ കണ്ട് കണ്ട് മാവേലി ഈ നാട് വാണിരുന്നു. നന്മ നിറഞ്ഞോരി പൂമുഖത്ത് നാടെല്ലാം പൊന്നോണമായിരുന്നു ആയിരുന്നു. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പാട് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പാട്. തുമ്പയും തുമ്പേയും കൂട്ടുകാരാം അൻപോടെ ജീവിച്ചിരുന്നുവല്ലോ. കാട്ടുകുറിഞ്ഞിയും കാണാക്കാറ്റും കണ്ണുകൾ പൊത്തിക്കളിച്ചുവല്ലോ. എല്ലാരുമേകമനസ്കരായി ഉല്ലാസമോടെ വസിച്ചിരുന്നു. പൊന്മുളം നാഴിയിൽ നന്മ മാത്രം മാളൊരളക്കുകയായിരുന്നു ആയിരുന്നു. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പാട് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ
പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പാട് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഒന്നുമില്ല പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പാട്. അടുത്തത് നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻ ഫാദർ സോളമൻ കളപ്പാട്ട് പറമ്പിൽ CMIHനെ അധ്യക്ഷ പദവിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ക്രിസ്തുദാസ് അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ MLA സാറിനും അതുപോലെ തന്നെ ഡിസബിലിറ്റി കമ്മീഷണർ ആയിരിക്കുന്ന ബാബുരാജ് സാറിനും എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഒരിക്കലും ചേർന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും എന്റെ ഭാഗം ഞാൻ നന്ദിയും അർപ്പിക്കുകയാണ്. ഇന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ബാബുരാജ് സാറ്. ഡിസബിലിറ്റി കമ്മീഷണറായിട്ട് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നത്. കാരണം അദ്ദേഹത്തെ നമ്മൾ ഈ ദർശന സർവീസ് സൊസൈറ്റി രൂപീകൃതമായതിനു ശേഷം ആദ്യമായി MG യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കാണുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം ഇൻചാർജായിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോയി കാണുന്നു. അന്ന് എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് ദർശനയ്ക്ക് കിട്ടിയൊരു വലിയൊരു അംഗീകാരമാണ്. അതിന്റെ ഒരു ചെറിയൊരു MOU ഒക്കെ ഒപ്പിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമായി തീരാനായിട്ട് ദർശന സർവീസ് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാബുരാജ് സാറിന്റെ ഒരു വലിയ കൃപാ കടാക്ഷം കൊണ്ടാണ്. അപ്പൊ അതിന് ഒത്തിരി നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹം തന്നെയാണ് ഇപ്രാവശ്യം വരുന്നത് എന്നുള്ളത് ആകസ്മികമായിട്ട് ഒരു മീറ്റിംഗില് കൽതായ സുറിയാനി സഭയിലെ ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയിലേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് ബാബുരാജ് സാറിനെ ഞാൻ കാണുന്നത്. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല ബാബുരാജ് സാറ് പണ്ട് കണ്ട ബാബുരാജ് സാറാണെന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയണ അച്ഛാ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചത് അദ്ദേഹം എന്റെ പഴയ ഒരു അഭ്യുദയകാംക്ഷിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഒത്തിരി നന്ദിയുണ്ട് അദ്ദേഹം വിളിച്ച മാത്രയിൽ തന്നെ ഇവിടെ വരാനും ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഒരു മോട്ടിവേഷൻ ടോക്കൊക്കെ നൽകാനായിട്ട് വരുന്നതിന്. അപ്പൊ ഒത്തിരി സന്തോഷം. പിന്നെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് ഞാൻ വെക്കുകയാണ്. സ്റ്റേറ്റ് കോമ്പറ്റീഷൻ സ്വിമ്മിംഗ് കോമ്പറ്റീഷന്റെ ട്രെയിനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ആരോ മ്യൂട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. മ്യൂട്ട് ചെയ്യണം, യൂസട്ടൻ നോക്കണം. അപ്പോ അത് നമ്മുടെ സ്വിമ്മിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മണപ്പുറം സ്വിമ്മിംഗ് പൂളിലാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇന്ന് തന്നെ 10ഓളം പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. നാളെ മുതൽ 15ഓളം പേര് അതിൽ സ്വിമ്മിംഗ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 13-ാം തീയതി എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. വടക്കേ സ്റ്റാൻഡിലുള്ള കുട്ടി കോംപ്ലക്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. ബിന്ദു മിനിസ്റ്റർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് സമ്മാനദാനം നൽകുന്നതും. അപ്പൊ എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഓണാഘോഷങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചു. കിറ്റ് വിതരണം 30ഓളം പേർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. പുതിയ ഭവനത്തിൽ നമുക്ക് ഓണം ആഘോഷിക്കാനായിട്ട് സാധിച്ചു. അത് വളരെ അനുഭവമായി എന്ന് വന്നവരെല്ലാവരും പറയുകയും ചെയ്തു. ഏകദേശം ഒരു 30ഓളം പേർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് പരിമിതമായ സ്ഥലമാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പരിമിതമായ ആൾക്കാരെ മാത്രം വിളിച്ചത്. അപ്പൊ പയ്യെ എല്ലാവരെയും അതിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാത്തിരിക്കുക, നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നബിദിനും കഴിഞ്ഞു, അതിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ 8-ാം തീയതി മാതാവിന്റെ തിരുനാൾ വരുന്നു, അതിന്റെ എല്ലാവിധ മംഗളങ്ങളും ഏവർക്കും നേരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും സ്നേഹസംഘത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അച്ഛാ, വളരെയധികം തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം ചെലവഴിച്ചതിനും ഞങ്ങൾക്ക് വേണ്ടി വന്നതിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടുത്ത ഓണപ്പാട്ട് പാടാനായിട്ട് കുമാരി ലിജി അങ്കമാലിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആവണി പൊന്നിൻ ചിങ്ങമാസം തിരുവോണ തിരിവയ്ക്കും ഉത്സവമാസം. ആവണി പൊന്നിൻ ചിങ്ങമാസം തിരുവോണ തിരിവയ്ക്കും ഉത്സവമാസം. മാവേലി തമ്പുരാനെ കാണാൻ മലയാളമുണരുന്ന മാസം. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. ആവണി പൊന്നിൻ ചിങ്ങമാസം തിരുവോണ തിരിവയ്ക്കും ഉത്സവമാസം. വിരിയുന്ന മലരല്ലി പോലും ചിങ്ങവെയിലേറ്റ് വാടാൻ കൊതിക്കും. വിരിയുന്ന മലരല്ലി പോലും ചിങ്ങവെയിലേറ്റ് വാടാൻ കൊതിക്കും. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. ആവണി പൊന്നിൻ ചിങ്ങമാസം തിരുവോണ തിരിവയ്ക്കും ഉത്സവമാസം. കുറി തൊട്ട മലയാളി പെണ്ണിൻ ചുണ്ടിൽ ചിരി ചെമ്പകം പൂത്ത പോലെ. കുറി തൊട്ട മലയാളി പെണ്ണിൻ ചുണ്ടിൽ ചിരി ചെമ്പകം പൂത്ത പോലെ. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. ആവണി പൊന്നിൻ ചിങ്ങമാസം തിരുവോണ തിരിവയ്ക്കും ഉത്സവമാസം. മാവേലി തമ്പുരാനെ കാണാൻ മലയാളമുണരുന്ന മാസം. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. തുമ്പയിറുക്കണ്ടേ തുമ്പി കളിക്കണ്ടേ പിന്നെ മലയാളക്കരയാകെ ഓണമൊരുക്കണ്ടേ. അടുത്തത്
ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് റെവറൻഡ് ഫാദർ ക്രിസ്തുദാസ് PD, വികാരി CSI ഹോളി ട്രിനിറ്റി ചർച്ച് ആലുവ. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. വളരെ സന്തോഷമുണ്ട് സോളമൻ അച്ഛൻ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതില്. അതുപോലെ പിയൂസ് എന്ന് പറഞ്ഞ വ്യക്തിയും എന്നെ ക്ഷണിക്കുകയുണ്ടായി. എല്ലാവരും സ്നേഹവും നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ആദ്യം ഒത്തിരി ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തെങ്കിലും ഇത്തരത്തിലുള്ള ഗൂഗിൾ മീറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ഓണാഘോഷ പരിപാടി എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, വ്യത്യസ്തതകളുള്ളതായ ഒരു ലോകത്താണ്, ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വ്യത്യസ്തകളുടെ മധ്യത്തില് എൻ്റെ ഐഡന്റിറ്റി എന്താണ്, എൻ്റെ സ്വത്വം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ക്രൈസിസ് ഒക്കെ തോന്നാം. പക്ഷെ വ്യത്യസ്തതകളാണ് ഈ ലോകത്തിന്റെ ഏറ്റവും മനോഹാരിത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം എൻ്റെ ഐഡന്റിറ്റി എനിക്ക് നിശ്ചയിച്ച് നൽകിയത് എന്നെ സൃഷ്ടിച്ചതായ എൻ്റെ ദൈവം തമ്പുരാനാണ്. അപ്പോ ആ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുക, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അത് പരിപാലിക്കാൻ എനിക്ക് കഴിയും. അതൊരു വിശ്വസ്തയുടെ ഭാഗമാണ്. എനിക്ക് നൽകിയ ഐഡന്റിറ്റി ദൈവമാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും, ഈ ലോകത്തിലെ സകലതും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു ചിത്രകാരൻ ഒരു റോസാപ്പൂ കണ്ട് അത് വരയ്ക്കുമ്പോൾ അതിനകത്തെ എന്തൊക്കെ ന്യൂനതകളുണ്ടോ അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. പക്ഷെ അദ്ദേഹം തന്റെ ക്യാൻവാസിൽ അത് വരച്ചു കഴിയുമ്പോൾ ഒരു ന്യൂനതയുമില്ലാത്തതായ മനോഹരമായ റോസാപ്പൂ പുഷ്പം. ഞാൻ അവരെ പലപ്പോഴും പറയുക, അവർക്ക് ദൈവത്തിന്റെ മനസ്സാണ്. ഈ ചിത്രകാരന്മാർക്ക് ദൈവത്തിന്റെ മനസ്സാണ്. തീർച്ചയായിട്ടും ആ ദൈവത്തിന്റെ മനസ്സാണ് നമ്മളെ ഓരോ കാര്യത്തിലും മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ വ്യത്യസ്തതകളുടെ ലോകത്തില് നമുക്ക് ജീവിക്കാൻ ദൈവം നൽകിയ അവസരം എന്ന് പറയുന്നത് ഈ സാധ്യതകളെ കണ്ടുകൊണ്ട് തന്നെ, ഈ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, എൻ്റെ സ്പേസ്, എൻ്റെ വ്യക്തിത്വം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ദൈവം എനിക്ക് നൽകിയ ജീവിക്കാൻ നമുക്ക് ഇടവാൻ. പിന്നെ ഒരു ഓണാഘോഷത്തിന്റെ നിറവിലാണ് നമ്മളൊക്കെ. നബിദിനം കഴിഞ്ഞ ദിവസം ആഘോഷിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്ക് നൽകുന്ന ദർശനങ്ങള്, നമുക്ക് നൽകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ അനുഭവം തന്നെയാണ്. അപ്പൊ ആ ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും അനുഭവം ക്രിസ്തു, നമ്മള് ബൈബിൾ വായിക്കുന്നുണ്ട്, മലമുകളിലെ പ്രസംഗത്തെ കുറിച്ച്, ക്രിസ്തുവിന്റെ ആ പ്രസംഗത്തെ കുറിച്ച് അറിയാം. ക്രിസ്തു ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോ ആ ജനക്കൂട്ടം വ്യത്യസ്ത വ്യക്തികളാണ്, പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളുള്ളവരാണ്. പക്ഷേ അവരെ കണ്ടപ്പോ ക്രിസ്തു കുറച്ചും മുകളിലോട്ട് കയറി ഒരു പാറപ്പുറത്തിരുന്ന് അവരുമായി സംസാരിക്കാൻ, ആശയവിനിമയം നടത്തുകയാണ്. നിങ്ങൾ ആരും കുറവുള്ളവരല്ല, നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അനുഗ്രഹ വചനങ്ങൾ അവിടെ പറയുന്നത്. ദുഃഖിക്കുന്നവര് ഭാഗ്യവാന്മാർ, ഇതൊക്കെ പറയുമ്പോ നൽകുന്ന വലിയ ചിന്ത എന്ന് പറയുന്നത്, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മൾ ഓരോരുത്തരെയും വഴി നടത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ വിശ്വാസ സമൂഹങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കും. എല്ലാ വിശ്വാസത്തെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്ന ഒരു മനസ്സ് ദൈവം നമുക്ക് നൽകി. ഇതിന്റെയൊക്കെ മനോഹാരിത നമ്മൾ അനുഭവിക്കുന്ന എവിടെ അറിയോ? ഈ ഭൂമിയിൽ തന്നെയാണ്. ഇത് അനുഭവിച്ച് ഇത് സന്തോഷം കണ്ടുകൊണ്ട് തന്നെ, നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തെ വളരെ മനോഹരമായി കാണുവാൻ ദൈവം നമുക്ക് നല്ല ദീർഘവീക്ഷണം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ 220ാമത്തെ സ്നേഹ സംഗമമാണെന്ന് അറിഞ്ഞപ്പോ എന്തൊരു സന്തോഷം എനിക്ക് തോന്നിയോ. ഇത്രയും നാൾ ഈ സ്നേഹ സംഗമം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഏറ്റവും വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാട്. ഇതിന് നേതൃത്വം നൽകാൻ സോളമൻ അച്ഛൻ, അതുപോലെ പിയു, ഇങ്ങനെ ചില ആളുകൾ, എനിക്ക് എല്ലാവരെയും അറിയില്ല, അവര് നൽകുന്ന ദീർഘദർശനം, ആ ദർശനം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. തുടർന്നും അത്തരത്തിലുള്ളതായ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഓണാഘോഷ പരിപാടി, അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമ്മേളനം, സ്നേഹ സംഗമം, ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഉദ്ഘാടനം
ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. അടുത്ത ഓണപ്പാട്ട് പാടാനായിട്ട് കുമാരി സിബി വർഗീസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ടു തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൻ കുഞ്ഞു തുമ്പികൾ, വളരാവു കതിരൊളി ചിന്നി മണ്ണിൻ കുളിരമ്പിളികൾ, ഋതുദേവരമണികളാടി പാടും തിരുനട തന്നിൽ. ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ടു തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൻ കുഞ്ഞു തുമ്പികൾ. തെന്നലിൻ്റെ തേരിലേറി വിണ്ണിലൂടവേ, മിന്നലിൻ്റെ മാല ചാർത്തി വന്നതാരിവർ. തെന്നലിൻ്റെ തേരിലേറി വിണ്ണിലൂടവേ, മിന്നലിൻ്റെ മാല ചാർത്തി വന്നതാരിവർ. പാരിജാത പൂക്കളാലോ കുഞ്ഞു പാതുകം, പാരിജാത പൂക്കളാലോ കുഞ്ഞു പാതുകം, മാരിവില്ലിൻ ശീലുകൊണ്ടോ കുഞ്ഞുടുപ്പുകൾ, വളരാവു കതിരൊളി ചിന്നി മണ്ണിൻ കുളിരമ്പിളികൾ, ഋതുദേവരമണികളാടി പാടും തിരുനട തന്നിൽ. ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ടു തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൻ കുഞ്ഞു തുമ്പികൾ. സ്നേഹമെന്ന തൂമരന്തം ജീവനാളിയിൽ, മാനസത്തിലെന്നുമേതോ മാധുരീലയം. സ്നേഹമെന്ന തൂമരന്തം ജീവനാളിയിൽ, മാനസത്തിലെന്നുമേതോ മാധുരീലയം. ഒന്നു ചേർന്നു നിങ്ങൾ പാടും മണ്ണിലേക്കിതാ, ഒന്നു ചേർന്നു നിങ്ങൾ പാടും മണ്ണിലേക്കിതാ. ഏകതാര പേതുമായും സ്നേഹധാരയായി, വളരാവു കതിരൊളി ചിന്നി മണ്ണിൻ കുളിരമ്പിളികൾ, ഋതുദേവരമണികളാടി പാടും തിരുനട തന്നിൽ. ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ടു തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൻ കുഞ്ഞു തുമ്പികൾ. ചിത്രവർണ്ണ പൂക്കളത്തിൽ രണ്ടു തുമ്പികൾ, ചൈത്രമാസ പൂങ്കാവിൻ കുഞ്ഞു തുമ്പികൾ. വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ പി.ടി. ബാബുരാജ് സാറ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാനും അച്ഛനും തമ്മിൽ 2 വർഷത്തിലേറെയായി ഉള്ള സൗഹൃദവും സ്നേഹവും. അച്ഛന് കോട്ടയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരിക്കുമ്പോൾ, ഇപ്പോഴും പ്രൊഫസർ തന്നെ, അവിടെ മാറിയിട്ടില്ല. ഒരുപാടത്താണെങ്കിലും അച്ഛനവിടെ വരാറുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അച്ഛനെ വീണ്ടും ഞങ്ങളുടെ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. ഇല്ലേ അച്ഛാ? കണ്ടിരുന്നു. ഒത്തിരി സന്തോഷമായി. അച്ഛൻ എന്നെ മനസ്സിലായില്ല. പിന്നെ ഞാൻ അച്ഛനല്ലേ ചോദിച്ചപ്പോഴാണ് അച്ഛന് വ്യക്തമായത്. അപ്പൊ ആ സൗഹൃദം വീണ്ടും കഴിഞ്ഞ് ഞായറാഴ്ച പുതുക്കാൻ സാധിച്ചു. തൃശ്ശൂരുമായിട്ട് വളരെയേറെ ഒരു നല്ല ബന്ധം എനിക്കുണ്ടെന്ന് പറഞ്ഞു. വലിയ താല്പര്യം. തൃശ്ശൂർ വന്ന് താമസിക്കണം, വീട് വെക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ മക്കള് വരില്ല എന്ന് പറഞ്ഞു.
എന്തായാലും ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞു അച്ഛനോട് ഇല്ലേ. അപ്പൊ അച്ഛന്റെ അവിടെയുള്ള നമ്മുടെ മറ്റേ തിരുമേനിമാരുടെ ഒക്കെ സ്നേഹവും നിങ്ങളുടെയൊക്കെ സ്നേഹവും കണ്ടു. മറ്റ് ഒരുപാട് സുഹൃത്തുക്കളെ ഭിന്നശേഷിക്കാരെ കാണാനിടയായി. കഴിഞ്ഞ ആഴ്ച ഞാൻ നടത്തിയ റേഡിയോ പ്രഭാഷണം ഉണ്ടായിരുന്നു ആകാശവാണിയില്. അത് കേട്ടെടുത്തിട്ട് നിരവധി പേരുണ്ടായിരുന്നു. അവര് പിന്നീട് വിളിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ഇടപെടാൻ സാധിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ആഴ്ചയുമുള്ള ശനിയാഴ്ചയുള്ള ഈ കൂട്ടായ്മ നന്നായിരിക്കട്ടെ. ഞാൻ ഇപ്പോഴ് കോഴിക്കോടാണ്. ഭിന്നശേഷിക്കാരുടെ വലിയൊരു സംഘടനയുണ്ട് കേരളത്തില്. ആ സംഘടനയുടെ പ്രസിഡന്റും ഒരുപക്ഷെ അച്ഛൻ അറിയായിരിക്കും, ഗിരീഷ് കീർത്തി. കാഴ്ച കുറവുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വിവാഹമാണ് ഇന്ന്. ഞങ്ങളെല്ലാം വന്നു. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷും കണ്ണൂര് DCC പ്രസിഡന്റ്, സെക്രട്ടറി അവരെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കാഴ്ചവീര്യമുള്ള ഒരു സഹോദരന്റെ വിവാഹമാണ്. അപ്പോൾ ഗിരീഷ് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു. ഞാൻ ഞായറാഴ്ച വിളിച്ചു, സാറ് കല്യാണമാണ്, വരണം. അപ്പോൾ കല്യാണത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. അന്വേഷിച്ചപ്പോഴാണ് ഗോവിന്ദ മാഷ് ഏർപ്പാടാക്കിയതെന്ന് പറയുന്നത്. അപ്പൊ ഒരു വാക്കൂടെ പറഞ്ഞു, സാർ ഓർക്കുന്നുണ്ടോ, ഞാൻ സാറിന്റെ കോട്ടയത്തെ വീട്ടിൽ വന്ന് താമസിച്ചപ്പോ അന്ന് ആഹാരം കഴിച്ച് രാവിലെ എന്നെ പറഞ്ഞു വിടുമ്പോഴേ എന്റെ തലയിൽ സാറ് കയ്യിൽ വെച്ചു. എന്നിട്ടെന്തോ ഗിരീഷ് സാറിങ്ങനെ പ്രാർത്ഥിച്ചു, അടുത്ത വർഷം അതേ സമയത്ത് വരുമ്പോൾ ഒരു ജീവിത പങ്കാളിയെ കൊണ്ട് വരണം. അപ്പോൾ ഗിരീഷൊക്കെ മറന്നുപോയി. ഞാൻ മറന്നിട്ടില്ല. എന്താണെങ്കിലും ഞാൻ ഗിരീഷിന്റെ തലയെ കൈവച്ചു. ഒന്ന് പ്രാർത്ഥിച്ചെന്ന് വെക്കുക. എന്താണെങ്കിലും ഗിരീഷ് ഇപ്രാവശ്യം ഒരു കുട്ടിയെ സെപ്റ്റംബർ 4-ാം തീയതി വീട്ടിൽ വന്നു. സെപ്റ്റംബർ 6-ാം തീയതി കല്യാണമായിട്ട് മാറി. അപ്പോൾ നമ്മള് ആത്മാർത്ഥമായിട്ട് ആരെ നമ്മൾ കൈവയ്ക്കുകയും സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും മറന്നുപോകും. പക്ഷെ വർഷങ്ങൾക്ക് ശേഷമോ അതേ ദിവസവും സമയമൊക്കെ ഓർത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളൊക്കെ. അപ്പോ ഞാനന്ന് ആദ്യം ഒന്ന് കരഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലേ. പിന്നെ ഓടി വന്ന് ഞാനും ഇന്നലെ വൈകിട്ട് വന്ന് കല്യാണം കഴിഞ്ഞ് സ്റ്റേജിൽ വിളിച്ചിരുത്തി കുറേ ഫോട്ടോ എടുത്തു. ഒരു ഫോട്ടോ പോരാ, ഒരുപാട് ഫോട്ടോ. കല്യാണം പ്രകാശ് മാരേജ് ഹിന്ദുവും മുസ്ലിം. അപ്പൊ ആ ഒരു മതമേത്രിയും സ്നേഹവും അവരെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവരെ വിശേഷിപ്പിക്കാൻ ധാരാളം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളും. അതുപോലെ ഞാൻ ദൈവമക്കളെന്നാണ് പറഞ്ഞത്. അച്ഛനും ദൈവം അവിടെ സോളമൻ അച്ഛനൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അച്ഛന്റെ സാഹിത്യം അടുത്തറിയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. ഈ കൂട്ടായ്മ മുമ്പോട്ട് പോകട്ടെ. ഞാൻ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ വരാം. അച്ഛനുമായിട്ട് ഇവിടെ പ്രോഗ്രാം വയ്ക്കുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞ നമ്പർ കൊടുത്തിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. പറഞ്ഞു വെച്ചത് തൃശ്ശൂര് ജനിക്കണമെന്നും വളരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സെന്റ് തോമസ് കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് അഡ്മിഷൻ കിട്ടി ട്രെയിനിങ് കോളേജിൽ പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. നിങ്ങളുടെ അവിടെ ഹെൽപ്പിംഗ് ദ ഹാൻഡ് എന്നുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന മെമ്പറാണ് ഞാൻ. ഇപ്പൊ ഞങ്ങൾ വരുന്നില്ല എന്നുള്ളത് സമയം കിട്ടാത്തത്. അപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് തൃശ്ശൂർ. ഞാൻ വിട്ടു പോകില്ല. കേട്ടോ, പാലക്കാട്ടാണ്. ശിവലോ ആണോ? ആ, ഇപ്പൊ ഞാൻ കോട്ടയംകാരനായിട്ട് അങ്ങ് നിൽക്കുകയാണ് അവിടെ. കോട്ടയംകാരനായിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും അച്ഛന്റെ ആ ഒരു അവിടുത്തെ തിരുമേനി പറയായിരുന്നു, ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അച്ഛനെ വിളിക്കാത്ത പ്രോഗ്രാം ഇല്ല. ആ തിരുമേനി വളരെ ആക്റ്റീവായിട്ടുള്ള അച്ഛന്റെ ഞാൻ വിട്ട 2, 3, 4, 5 കുട്ടികളെ, കാഴ്ചകളിലെ കുട്ടികളൊക്കെ അച്ഛന്റെ പരിശീലനം നേടിയ കുട്ടികളാണ്. ഇന്ന് രാവിലെ ഞാൻ വരുമ്പോ ആ കുട്ടികളെ വിളിക്കുമായിരുന്നു. വിശേഷിക്കാരുമായിട്ട് നമ്മൾ നല്ലൊരു സൗഹൃദമുണ്ട്. നമ്മുടെ ഇടയ്ക്കൊരു ബാരിയറില്ല, ഒരു തടസ്സമില്ല. സന്ദേശമായാലും ഇതിന് മുമ്പും ഇതിന് ശേഷം എന്തെങ്കിലും ആയാലും ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ അച്ഛനും അതുപോലുള്ള ഒരുപാട് പേരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. തൃശ്ശൂര് അച്ഛനെ ഞാൻ പറഞ്ഞ എനിക്ക് അവിടെ ഒരു സ്ഥാപനമായിട്ട് ഒരു എംപ്ലോയി ഉണ്ടായി കഴിഞ്ഞു. ആ സ്ഥാപനങ്ങളുടെ കോഴ്സ് തുടങ്ങി ഞാനവിടെ ബന്ധമുണ്ട്. പിന്നീട് പാലക്കാട് ഇങ്ങനത്തെ സ്ഥാപനമായിട്ട് കോഴ്സ് തുടങ്ങാൻ ഇവിടെ ആൽഡി ജോസഫ് സാറുണ്ട്. ജോസഫ് അച്ഛനെ വിളിക്കും. ജോസഫ് സാറുമായിട്ട് 1-2 എംപ്ലോയി ചെയ്തിട്ട് പിന്നെ ഒല്ലൂര് ടീച്ചറുണ്ട് നമ്മുടെ വരുന്നില്ലേ. നല്ലൊരു സൗഹൃദം വലയം തൃശ്ശൂര് എനിക്കുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മ ദർശനം മുമ്പോട്ട് പോകട്ടെ. കൂടുതൽ വിശേഷി ദുർബലപ്പെട്ട നമ്മുടെ ആൾക്കാർ ഇതിൽ കടന്നു വരട്ടെ. അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ കൊടുക്കണം. ഏത് വിഷയങ്ങളാണെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്താണെങ്കിലും വ്യക്തിപരമാണെങ്കിലും
എന്നെ അറിയിച്ചാൽ ഞാനിതാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. ഇത് കോഴിക്കോട് വന്നപ്പോഴും ഭിന്നശേഷിക്കാരെല്ലാം ഓടി വന്ന് എല്ലാവരും കെട്ടിപ്പിടിച്ച് സ്നേഹം തരുമ്പോൾ അപ്പൊ ഒരു കമ്മീഷണർ എന്നുള്ള പൊസിഷൻ അല്ല ഞാനിവിടെ കാണുന്നത്. അവരും ഞാനും അവരുടെ സൗഹൃദ ബന്ധങ്ങൾ. കമ്മീഷൻ ആയപ്പോൾ കൂടുതൽ ഇടപെടാൻ പറ്റി, ധാരാളം കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. അതെല്ലാം ഓർക്കുകയായിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞാൽ ചേരു സാറ്, കിട്ടി സാറ് പഞ്ചായത്ത് തന്നു, സെക്രട്ടറി തന്നു, ഗവൺമെന്റ് തന്നു, അങ്ങനെ പറയുമ്പോഴും നമുക്ക് സന്തോഷമാണ്. തന്നു നീ വല്ലതും ഉണ്ടോ? ഒന്നും ഇല്ല സാറേ, നീ തരാം. അപ്പൊ കേൾക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ആ സൗഹൃദം, ആ സ്നേഹം നമ്മുടെ ദർശനയുടെ ഈ ലീഡർഷിപ്പിലാവട്ടെ, ദർശനയില് നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ എന്നെ കൂടെ അറിയിക്കുക. പുതിയ ആശയങ്ങളും പുതിയ മേഖലകളും പഠനങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ വരട്ടെ. നമുക്കെല്ലാം ഒത്തിരി മുമ്പോട്ട് പോകാം. ഈ കൂട്ടായ്മ കമ്മീഷൻ ആയാലും ഇല്ലെങ്കിലും ശേഷമൊക്കെ ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടും വാക്ക് തരുന്നു. നിങ്ങളുടെ ഏതെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലൊക്കെ ഇപ്പോൾ അറിയിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ അച്ഛൻ തരും. 9492 ആണ്. തീർച്ചയായിട്ടും വിളിക്കാം, പരിഹാരം തരാം. തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ എന്നെ കാണാൻ വന്നാൽ സന്തോഷമായി. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചെറുതും വലുതാക്കി അറിയിക്കുക, സംശയങ്ങളൊക്കെ അറിയിക്കുക. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പുതിയ ഒരുപാട് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുതിയ പദ്ധതികൾ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും ഭിന്നശേഷി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് കോഴിക്കോട് തൃശ്ശൂർ മാത്രമല്ല. തൃശ്ശൂർ ഇപ്പോൾ അടുത്ത 12-ാം തീയതി രാവിലെ കോട്ടയം വെച്ച് മഹാത്മാഗാന്ധി എന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പരിശീലന ക്ലാസ് ഉണ്ട്. രാവിലെ തൊട്ട് ഉച്ച വരെയാണ്. അതിൽ പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ വരുന്ന പ്രോജക്റ്റുകളൊക്കെ ക്ലാസ് എടുക്കാനും ആക്റ്റീവായിട്ട് കമ്മീഷണർ ഭാഗത്തുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് വരാനും ഒരുപക്ഷെ ആ ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ ചെറിയ റെമുനറേഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ കമ്മീഷന്റെ ഭാഗമായിട്ട് വരാനുള്ള അവസരം കൂടെ ഉണ്ട്. അത് 12-ാം തീയതിയാണ്. ഈ 9-ാം തീയതി നിങ്ങൾ വരികയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വെച്ച് നിശ്ചിത ക്ലാസ് ഉണ്ട്, അതിൽ പങ്കെടുക്കാം. അതല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നുള്ളവരൊക്കെ എറണാകുളക്കാരൊക്കെയോ കോട്ടയം വിളിക്കാരോ വരുന്നുണ്ടെങ്കിൽ 12-ാം തീയതി രാവിലെ 10 മണിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വരിക, എന്നെ വിളിക്കുക. അവിടെ ക്ലാസ്സും പരിശീലനമുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൽ പലർക്കും പങ്കെടുക്കാൻ പറ്റും. പിന്നെ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് വിശേഷ അവകാശ നിയമത്തെ കുറിച്ച് അറിയുന്നത് സർട്ടിഫിക്കറ്റ് വലിയ കാര്യമാണ്. ഇത് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അതുകൂടെ ഇപ്പൊ ഞാൻ തരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് 12-ാം രാവിലെ വിളിക്കണം. ഈ 12-ന് ഇന്നിപ്പോ 6 ഡേറ്റ്, 6 ദിവസം കഴിയുമ്പോൾ 12-ാം തീയതി കോട്ടയത്ത് വന്നാൽ മതി, സൗകര്യമുണ്ട്. തീർച്ചയായിട്ടും വരണം. അവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്, കയറി പോകുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇവിടെ എല്ലാവരും ക്ഷണിക്കുന്നു. അവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതെന്റെ ഡോക്ടറേറ്റ് ന്യൂറോ സർജറി പ്രൊഫസർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി പ്രൊഫസർ സൂപ്രണ്ട്, അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റിന്റെ അവാർഡാണ് അന്ന് രാവിലെ. ഞാനും അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടാവും. കമ്മീഷന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി അന്ന് ക്ലാസ്സിലുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഒരു പുതിയൊരു സംരംഭം കൂടെ തുടങ്ങാം. കൂടുതൽ പേര് കമ്മീഷന്റെ ഭാഗമായി മാറട്ടെ. അതിനാണ് നിങ്ങളെയൊക്കെ അങ്ങോട്ട് ചേർക്കാൻ. കമ്മീഷന്റെ ഞാൻ മാത്രമല്ല, നിങ്ങളുടെ പങ്കെടുക്കണം. അതിൽ മെമ്പറാവണം. തൃശ്ശൂരോ കണ്ണൂരോ കോഴിക്കോടോ പാലക്കാടോ ഇടുക്കിയിലോ കോട്ടയത്തോ ആലപ്പുഴയോ എറണാകുളത്തോ എവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ അത് വർക്ക് ചെയ്യാനുള്ള സ്കൂളുകളൊക്കെ അതിനുള്ള അവസരങ്ങളാണ്. നമുക്ക് അടുത്ത ദിവസം വേറെ ക്ലാസ്സൂടെ പിന്നീട് വയ്ക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ മീറ്റിംഗിൽ അച്ഛനൊക്കെ ഇടപെട്ട് ദർശനയിൽ സംഘടിപ്പിക്കണം, അറിയണം. ഇവിടെ കിട്ടിയ അവകാശ നിയമം പഠിക്കുകയാണെങ്കിൽ അച്ഛന്റെ കീഴിൽ അവിടെ നല്ല വേറെ ടീമായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന വിഷയങ്ങളൊക്കെ ഇടപെടാനും പങ്കെടുക്കാനും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന തീരുമാനം ഉത്തരവുകളൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഒരു ID കാർഡ് തന്ന് സർട്ടിഫിക്കറ്റ് വിടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിച്ചാൽ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് ആണ്, ID കാർഡാണ്, ഞങ്ങൾ ഏൽപ്പിച്ചാണ് എന്ന് പറയാനുള്ള ഒരു അധികാരത്തിന്റെ ഡിസ്മിനേഷൻ അതുകൂടെയാണ് ഇതിന്റെ ഭാഗം. അത് നന്നായി അവസരം കിട്ടി. കൂടി എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിൽ 24-28 പേരുണ്ട്. അച്ഛന്റെ ലീഡർഷിപ്പിൽ നിങ്ങൾ കൂടുതൽ മുമ്പോട്ട് വരണം. പുതിയ പറഞ്ഞ ആശയങ്ങൾ, ഐഡിയകൾ, പദ്ധതികൾ, പ്രോജക്റ്റുകളൊക്കെ എടുക്കണം. അതൊക്കെ എല്ലാവരുടെയും ഫണ്ടുകളൊക്കെ എവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. ഇനി ഈ ഒക്ടോബർ 25-ാം തീയതിയാണ്. അതെ, ഒരു ഞാൻ പറഞ്ഞ 2 കോടി രൂപ വില പതിക്കുന്ന ആർട്ടിഫിഷ്യൽ ലിംബുകള് 2 കോടിയോളം വില വരുന്ന ഉപകരണങ്ങള് കേരളത്തിൽ മൊത്തമായിട്ട് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കോട്ടയത്തുള്ള ഞാൻ ട്രഷറായിരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ദയാപാലി. സൗകര്യങ്ങളും കൊടുക്കും. എന്നെ ബന്ധപ്പെട്ടാൽ മതി. അതിനും അത് ചെയ്യുന്നത് കാറുകളോ ആർട്ടിഫിഷ്യൽ ലിംബുകളോ HSO
അല്ലെങ്കിൽ വീൽ ചെയറുകളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഉറപ്പിക്കുകയാണ്. എന്തുണ്ടെങ്കിലും ഇതൊന്ന് അച്ഛനെ സദ്യവെക്കുക. സിമൽ അല്ലേ, അവിടെ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക, എല്ലാവരും അറിയിക്കണം, അച്ഛനോട് അറിയിക്കണം, ബാക്കി എല്ലാവരും അറിയിക്കുക, അതിലൂടെ വിജയകരമാക്കുക. നേരത്തെ അറിയിച്ചാൽ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള സൗകര്യം ചെയ്യാം. എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം എന്നെ വിളിച്ച സംഘാടകർക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. അച്ഛന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അച്ഛന്റെ ഈ കൂട്ടായ്മ കൂടുതൽ വിവരങ്ങളിലേക്ക് വരട്ടെ. എല്ലാ ശനിയാഴ്ചകളിലും വേണ്ട തീരുമാനങ്ങളൊക്കെ നമ്മളെ വ്യക്തികളിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും അവർക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി എല്ലാ ആശംസയും. താങ്ക് യു. നമ്മുടെ 220ാമത് സ്നേഹസംഗമത്തിന്റെ നന്ദി അറിയിക്കാനായിട്ട് കുമാരി ബിന്ദു മാളയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേൾക്കണ്ട. സ്നേഹം നിറഞ്ഞവരെ, 220ാമത് സ്നേഹസംഗമവും ഓണാഘോഷവും എന്ന ഈ പരിപാടിയിൽ നന്ദി പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായി നന്ദി പറയുന്നത് നമ്മുടെ ഡയറക്ടർ ഫാദർ സോളമൻ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി അച്ഛൻ്റെ തിരക്കിൻ്റെ ഇടയിലും അച്ഛൻ കയറി നമ്മളോടൊപ്പം ആയിരുന്നതിന് അച്ഛന് ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി എൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായ ഡോക്ടർ PT ബാബുരാജ് സാറിനെ ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തിയ ശ്രീ റോജി M. ജോൺ MLA സാറിന് അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം കയറാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഉദ്ഘാടനം നിർവഹിച്ച ഫാദർ ക്രിസ്തുദാസ് അച്ഛനെ ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. അധ്യക്ഷനായ നമ്മുടെ സോളമനച്ഛന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റർമാർ, അവതരണം നടത്തിയ സിമിക്കും സ്വാഗതം പറഞ്ഞ ശ്രീമതി റിൻസി ടീച്ചർക്കും പ്രാർത്ഥന നടത്തിയ ശ്രീ ജയ്സൺ കൊരട്ടിക്കും റിപ്പോർട്ട് വായിച്ച കുമാരി സിബിക്കും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. കോർഡിനേറ്റർമാർക്കും ഒത്തിരിയേറെ നമ്മുടെ PRO PUസിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഓണപ്പാട്ടുകൾ പാടിയ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരിയേറെ നന്ദിയും ഓണാശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു. വളരെ നന്നായിട്ട് എല്ലാവർക്കും നന്ദി അറിയിച്ച ചേച്ചിക്ക് നന്ദി.